മുംബൈയിൽ കനത്ത മഴ തുടരുകയാണ്. മുംബൈ ഉൾപ്പെടെ 4 ജില്ലകളിൽ ഇന്ന് മഹാരാഷ്ട്രയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മുംബൈയിൽ പലയിടത്തും രൂക്ഷമായ വെള്ളക്കെട്ടെന്ന് നമ്മുടെ മുംബൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മുംബൈ പൂന റൂട്ടിൽ ഒരുപാട് ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളും മുംബൈയിൽ നിന്ന് ചേരുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ശ്രീനാഥ് ചന്ദ്രൻ, ഇപ്പോഴും മഴ തുടരുകയാണോ? എങ്ങനെയാണ് നഗരോരങ്ങളുടെ അവസ്ഥ? ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിയോ? SKN കഴിഞ്ഞ ദിവസം, അതായത് മെനഞ്ഞാന്ന് രാത്രി തുടങ്ങിയ മഴയാണ്. ഇന്നലെ പകൽ ഒരല്പം മാറി നിന്നെങ്കിലും വൈകിട്ടോടെ വീണ്ടും അത് ശക്തമായി. ഇന്നലെ രാത്രി മുഴുവൻ തോരാതെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 2 മണിക്കൂറായി മഴ വിട്ടു നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ മുംബൈയിലെ വെള്ളക്കെട്ടിൻ്റെ സ്ഥിതി അത് പിന്നെയും രൂക്ഷമാകുന്ന സാഹചര്യമാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ട്. സാധാരണ ഈ മഴക്കാലത്ത് ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട്. ഇന്നത്തെ പ്രധാന പത്രങ്ങളിൽ ചിലതിൻ്റെയൊക്കെ തലക്കെട്ട് ഏതാണ്ട് ഒരേപോലെ വന്നിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് പുതിയ സീസൺ പഴയ കഥ എന്നതാണ്. അതായത് എല്ലാ വർഷവും കാണുന്ന കാഴ്ചകൾ മുംബൈയിൽ ഇങ്ങനെ ആവർത്തിക്കപ്പെടുകയാണ്. മഴക്കാലമായാൽ വെള്ളക്കെട്ട് അത് മുംബൈയിൽ ഏതായാലും ഉണ്ടാകണം എന്നുള്ള ഒരു സ്ഥിതി പോലെ ആയിട്ടുണ്ട് എന്നതാണ് പത്രങ്ങളിൽ പോലും കാണുന്നത്. ഏതായാലും വ്യോമ റെയിൽ ഗതാഗതത്തെയൊക്കെ ഇത് കാര്യമായി ബാധിച്ചു എന്നതാണ് ഇന്നലെ കണ്ട കാഴ്ച. ഇന്നും അതിൻ്റെ തുടർച്ചയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് ഏതാണ്ട് 50ഓളം വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയോ അല്ലെങ്കിൽ റദ്ദാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. സബർബൻ സർവീസുകൾ സെൻട്രൽ ലൈനിലും ഹാർബർ ലൈനിലുമൊക്കെ കാര്യമായി തന്നെ തടസ്സപ്പെട്ടു. വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഇതുമൂലം ഉണ്ടായി. മുംബൈക്കും പൂനെയ്ക്കുമിടയിൽ ഇന്നിപ്പോൾ നിരവധി ട്രെയിനുകൾ റദ്ദാക്കിയതായി ഇപ്പോൾ മധ്യ റെയിൽവേ ഔദ്യോഗികമായി അറിയിക്കുന്നുമുണ്ട്. ഒരുപക്ഷേ ഈ റദ്ദാക്കപ്പെടുന്ന ട്രെയിനുകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയും ഈ മഴയുടെ സാഹചര്യം പരിഗണിച്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ മുംബൈയിൽ റെഡ് അലേർട്ടാണ്. കൊങ്കൺ മേഖലയിലുള്ള ജില്ലകളിൽ റായ്ഗഡ്, സിന്ധുദുർഗ്, രത്നഗിരി ജില്ലകളിലൊക്കെ തന്നെ റെഡ് അലേർട്ടാണ്. ഈ മേഖലകളിലൊക്കെ തന്നെ ഇന്നിപ്പോൾ വിദ്യാലയങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. പക്ഷേ അധ്യാപകരടക്കമുള്ള ജീവനക്കാർ സ്കൂളുകളിലേക്ക് എത്തണം. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അവരുടെ പങ്കാളിത്തം ഉണ്ടാകണം എന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പൂനെയിൽ കൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരമേഖലയിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഹൈ ടൈഡ്, ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ തീരങ്ങളിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ വിലക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അടിയന്തര സാഹചര്യം ആവശ്യഘട്ടങ്ങളിൽ ഒഴികെ ഈ ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് പുറത്തേക്ക് ആളുകൾ ഇറങ്ങരുത് എന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. വിവിധ സർക്കാർ ഏജൻസികളുടെ യോഗം വിളിച്ച് സാഹചര്യം വിലയിരുത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ശ്രീനാഥ് ചന്ദ്രൻ കൃഷ്ണാസ് ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ മഴയൊന്നുമില്ല SKN, ഞാൻ നവി മുംബൈയിൽ നിന്നാണെന്ന് പറഞ്ഞു. നവി മുംബൈയിൽ മഴ മാറി നിൽക്കുകയാണോ? തീർച്ചയായും. ഇപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ രാവിലെ ഏതാണ്ട് ഇപ്പോൾ 3 മണിക്കൂറായി മഴ മുംബൈയിൽ എങ്ങും തന്നെ അങ്ങനെ കാര്യമായില്ല. കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് 300 മില്ലിമീറ്ററിനധികം മഴ പെയ്തു. അതായത് അതിതീവ്ര മഴ പെയ്തു. പക്ഷേ ഇന്നലെ രാത്രിയത്തെ കണക്കുകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. 7 മണിയോടെ കണക്കുകൾ വരുന്നതാണ്. ആ കണക്കുകൾ ഞാൻ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 200 മില്ലിമീറ്ററിലും താഴെ മാത്രമാണ്. ശരാശരി 150ആണ്. അതായത് അതിതീവ്ര മഴ എന്നുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ രാത്രി തോരാതെ മഴ പെയ്തു എന്ന കാര്യം ശരിയുമാണ്. പക്ഷേ ഇപ്പോൾ പകൽ കുറച്ച് സമയമായി ഇപ്പോൾ മഴ ഇങ്ങനെ മാറി നിൽക്കുന്നു. ഇന്നലെയും ഇതായിരുന്നു കാഴ്ച. രാവിലെ നേരം വെളുത്തതിന് ശേഷം കുറച്ചു നേരം മഴ ഉച്ചവരെ ഒന്ന് മാറി നിൽക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അതിശക്തമാകുന്നു. രാത്രി തോരാതെ മഴ പെയ്യുന്നു. അങ്ങനെ വെള്ളക്കെട്ട് ഒഴിവാവാതെ വീണ്ടും രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. നവി മുംബൈയിലേതുപോലെ തന്നെയാണ് മുംബൈയിലെയും പകലിലെ ഇപ്പോഴത്തെ ഈ പകൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. മുംബൈയിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്തത്. കുറച്ചു നേരമായി മഴ മാറി നിൽക്കുകയാണെന്ന്, എന്നാൽ മുംബൈയിൽ ഉടനീളം പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. പല പ്രേക്ഷകരും എഴുതുന്നത് അവർക്ക് ഏറ്റവും അവർ ആശ്രയിക്കുന്നത് ലോക്കൽ ട്രെയിനുകളെയാണ്. ഈ ട്രെയിനുകളെല്ലാം റദ്ദ് ചെയ്ത് കാരണം പലർക്കും ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല. പലരും മടങ്ങി എങ്കിലും പല ആളുകളും വീട്ടിലെത്തിയിട്ടില്ല. അവരൊക്കെ സുരക്ഷിതമായി വീട്ടിലെത്തും. നിങ്ങൾ ടെൻഷനായിരിക്കേണ്ട, മഴ 2-3 മണിക്കൂറായി മാറി നിൽക്കുകയാണെന്നല്ലോ ശ്രീനാഥ് ചന്ദ്രൻ പറയുന്നത്.